നമസ്കാരം. വോയിസ് ഓഫ് ട്രൂത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകരുടെയും മുൻപിലേക്ക് മറ്റൊരു പ്രോഗ്രാമായിട്ട് വരുവാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി ആദ്യമേ തന്നെ പ്രേക്ഷകരെ അറിയിക്കുവാനുള്ള കാര്യം, ഈ പ്രോഗ്രാം ആദ്യ അവസാനം നിങ്ങൾ കാണുക. അല്പസമയം ഇതിനു വേണ്ടി മാത്രം മാറ്റിവെക്കുക. കാര്യം ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പറയുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോൾ സീറോ മലബാർ സഭയിൽ നടക്കുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന സമയത്തേക്ക് സീറോ മലബാർ സഭയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്, ബാധിക്കുന്ന വിഷയങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരെയും ബാധിക്കുന്ന വിഷയങ്ങളാണ്, നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളാണ്. മാർപ്പാപ്പയുടെ സന്ദേശത്തെ വളച്ചൊടിക്കുകയാണ് മിസ്റ്റർ ഷൈജു ചെയ്യുന്നത്. മാർപ്പാപ്പ സന്ദേശത്തിൽ പറയുന്നു, നിങ്ങൾ സിനഡിനോടൊപ്പം സഞ്ചരിക്കുക, നിങ്ങളുടെ സിനഡ് തീരുമാനിച്ച കാര്യങ്ങൾ നിങ്ങൾ നടപ്പിൽ വരുത്തുക, നിങ്ങൾ അംഗീകരിക്കുക എന്ന്. ഇവിടെയും ഈ കുളങ്കലക്കി പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കേണ്ടത് മാർ ബോസ്കോ പുത്തൂരിന്റെ കമ്മിറ്റി നിശ്ചയിച്ച കാര്യങ്ങളാണ് എന്നുള്ളതാണ്. നമ്മൾ കേൾക്കാം ഷൈജു എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത്. മാർപ്പാപ്പ പറയുന്നത് സിനഡിനൊപ്പം സഞ്ചരിക്കണമെന്നാണ്. നിങ്ങളുടെ സിനഡ് തീരുമാനിച്ച കാര്യം നടപ്പിലാക്കുക എന്നാണ് മാർപ്പാപ്പയുടെ ആഹ്വാനം. അങ്ങനെയെങ്കിൽ നമ്മൾ നടപ്പിലാക്കേണ്ടത് ബിഷപ്പ് ബോസ്കോ പുത്തൂരിന്റെ നേതൃത്വത്തിലുള്ള സിനഡൽ കമ്മിറ്റി ചർച്ചകളിലൂടെ ഉണ്ടാക്കിയ പരിഹാര നിർദ്ദേശങ്ങളാണ്. ആ പരിഹാര നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു എന്നതാണ് ലിറ്റർജി വിഷയത്തിൽ സിനഡിന്റെ അവസാന തീരുമാനം. അതിനു മുമ്പുള്ള തീരുമാനങ്ങളെല്ലാം അതോടെ അസാധുവായി. ഏകകണ്ഠമായി സിനഡ് തീരുമാനിക്കുകയും പോസിറ്റീവ് റെക്കമെൻഡേഷനോടെ വത്തിക്കാനിലേക്ക് അയക്കുകയും ചെയ്ത ആ നിർദ്ദേശങ്ങൾ മാത്രമാണ് നമ്മൾ അനുസരിക്കേണ്ടത്. 2023 സെപ്റ്റംബർ 12 സിനഡ് ഫോർവേഡ് ചെയ്ത ആ പ്രപ്പോസൽസ് മാർപ്പാപ്പയെ അറിയിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിലവിൽ നമുക്ക് ബാധകമായിട്ടുള്ളത് അത് മാത്രമാണ്, മറ്റൊന്നും നമുക്ക് ബാധകമേ അല്ല. മാർ ബോസ്കോ പുത്തൂർ ഉണ്ടാക്കിയ ആ പ്രപ്പോസൽസ് അട്ടിമറിക്കാനുള്ള ആൻഡ്രൂസ് മെത്രാന്റെ കുതന്ത്രങ്ങളാണ് ബാക്കിയെല്ലാം. നമ്മൾ അതിനെയും ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ കേട്ടു, ഷൈജു വളരെ വിദഗ്ധമായി ഇതിനെ വളച്ചൊടിക്കുവാൻ ശ്രമിക്കുക. ഈ ഷൈജു തന്നെ പറയുന്നു, ഈ ഒരു കത്ത് അല്ലെങ്കിൽ ബോസ്കോ പുത്തൂർ അയച്ച ഈ ശുപാർശ കത്ത് മാർപ്പാപ്പ കണ്ടിട്ടില്ല എന്ന്. വീണ്ടും വിട്ടിത്തരങ്ങൾ പറഞ്ഞ്, വീണ്ടും നുണകൾ പറഞ്ഞ് ജനങ്ങളെ വിട്ടികളാക്കുവാനാണോ മിസ്റ്റർ ഷൈജു ശ്രമിക്കുന്നത്? മാർപ്പാപ്പ വ്യക്തവും ശക്തവുമായ ഭാഷയിൽ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, എറണാകുളം നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാൻ പഠിച്ചു, ഞാൻ കണ്ടു എന്ന് മാർപ്പാപ്പ പറയുമ്പോൾ ഞങ്ങൾ വിശ്വാസികൾ ആരും പറയില്ല മാർപ്പാപ്പ കള്ളത്തരം പറയുന്നു എന്ന്. അത് നിങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. നിങ്ങൾ ഇവിടെ പറയുന്നു ഞങ്ങൾ മാർപ്പാപ്പ പറഞ്ഞതനുസരിക്കുകയാണെങ്കിൽ മാർ ബോസ്കോ പുത്തൂരിന്റെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ എത്ര പേരായിരുന്നു നമുക്കറിയാം. 5 പേര് എറണാകുളത്ത് തന്നെയുള്ള ഇപ്പോൾ സർവീസിലുള്ള മെത്രാന്മാരും മറ്റുള്ള 4 മെത്രാന്മാരും. ഇങ്ങനെയാണ് ഇവിടെ 9 മെത്രാന്മാരുടെ സമിതി. അതിൽ ബോസ്കോ പുത്തൂർ അധ്യക്ഷനായിരുന്നു. ഇവർ ഈ കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ എറണാകുളത്തെ വിശ്വാസികൾ മാർ ബോസ്കോ പുത്തൂരിനെ കാണുകയും ഇതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ് അറിയുന്ന കാര്യം, ഈ കമ്മിറ്റി എറണാകുളത്തുള്ള സഭാവിരുദ്ധരുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണ്. കാരണം സിനഡിന് ഇനിയും കുർബാന പ്രശ്നത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ ഒക്കത്തില്ല. അതിന് പ്രത്യേക കാരണമുള്ളത് മാർപ്പാപ്പയുടെ അഡ്മിനിസ്ട്രേറ്ററും മാർപ്പാപ്പയുടെ പേപ്പർ ഡെലിഗേറ്റും എറണാകുളത്ത് നിയമിതനായതിനു ശേഷം സിനഡിന് ഇങ്ങനെയുള്ള അധികാരങ്ങൾ നഷ്ടപ്പെട്ടു. എങ്കിലും ഞങ്ങൾ ഈ കമ്മിറ്റി രൂപീകരിച്ചത് അവരെ ഒന്ന് തണുപ്പിക്കുവാനാണ്. ഇതിന്റെ ഒരു റിപ്പോർട്ടും വത്തിക്കാനിലേക്ക് പോകുകയില്ല എന്ന് മാർ ബോസ്കോ പുത്തൂർ പറഞ്ഞു എന്നാണ് വിശ്വാസികൾ പറയുന്നത്. എന്നിട്ട് ഇവർ ഈ റിപ്പോർട്ട് അയച്ചു. അത് രഹസ്യ റിപ്പോർട്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസവും അതിലെ പ്രമുഖനായിട്ടുള്ള ഒരു മെത്രാനെ കാണുകയും അദ്ദേഹവുമായിട്ട് വിശദമായിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ റിപ്പോർട്ട് ആരും പുറത്തുള്ളവർ കാണരുത്, കണ്ടിട്ടില്ല, വളരെ ചുരുക്കം ചിലത് മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇത് രഹസ്യ റിപ്പോർട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എറണാകുളത്തുള്ള വിമതരുടെ കയ്യിൽ ഈ റിപ്പോർട്ട് എങ്ങനെ എത്തി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ 9 മെത്രാന്മാരുടെ കൂട്ടത്തിൽ 10-12 പേരടങ്ങുന്ന വൈദികരുടെ ഒരു കൂട്ടമുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് എറണാകുളത്തെ വിമത ലോഹധാരികൾ മാത്രമായിരുന്നു. ഈ റിപ്പോർട്ടിൽ എഴുതിയ കാര്യങ്ങൾ അവിടെ ചർച്ചയ്ക്ക് വന്നു. അപ്പോൾ ആ വൈദികർക്ക് അതിനെപ്പറ്റി അറിവുണ്ട്. എന്നാൽ റിപ്പോർട്ട് എന്താണ് പോകുന്നത് എന്നുള്ളത്
ഈ വൈദികരോട് പോലും മെത്രാന്മാർ പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. എന്നിട്ട് ഈ റിപ്പോർട്ട് വത്തിക്കാനിലേക്ക് അയച്ചു. ഇവിടെ ഒരു ടെക്നിക്കലി ഒരു ചോദ്യമുണ്ട്. വത്തിക്കാനിലേക്ക് റിപ്പോർട്ട് അയച്ചു കഴിഞ്ഞാൽ സാധാരണ ലെവലിൽ ഈ ഒരു റിപ്പോർട്ട് ചവറ് കൂനിയിലേക്ക് പോവുകയുള്ളൂ. കാര്യം അങ്ങനെ ഒരു റിപ്പോർട്ട് അയക്കുവാൻ ഈ സമിതിക്ക് അധികാരമില്ല. കാരണം സിനഡിന് പോലും അധികാരമില്ലാത്ത ഒരു വിഷയത്തിൽ സിനഡ് നിശ്ചയിച്ച ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് എങ്ങനെ പോകും? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ റിപ്പോർട്ട് എങ്ങനെയാണ് അയച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടെ സിനഡ് അംഗീകരിച്ച് അയച്ചതാണ്. ഞാൻ അദ്ദേഹത്തെ അത് ഖണ്ഡിച്ചു. കാരണം സിനഡ് ഇത് അംഗീകരിച്ചിട്ടില്ല ഈ റിപ്പോർട്ട്. നമുക്ക് ഷൈജു പറയുന്ന കാര്യങ്ങളൂടെ കേട്ടിട്ട് അതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കാം. ഷൈജു പറയുന്നത് പൂർണ്ണമായിട്ടുള്ള സിനഡ് അംഗീകരിച്ച റിപ്പോർട്ടാണ് ഇതെന്നുള്ളതാണ്. ശുദ്ധ നുണയാണ്, ശുദ്ധ അസംബന്ധമാണ്. കാരണം ഇതേ കാര്യം ഞാൻ ഈ പറയുന്ന മെത്രാനോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം അവസാനം അത് സമ്മതിച്ചു തരികയാണ് ചെയ്തത്. ഷൈജു പറയുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. നിങ്ങളുടെ സിനഡ് തീരുമാനിച്ച കാര്യം നടപ്പിലാക്കുക എന്നാണ് മാർപ്പാപ്പയുടെ ആഹ്വാനം. അങ്ങനെയെങ്കിൽ നമ്മൾ നടപ്പിലാക്കേണ്ടത് ബിഷപ്പ് ബോസ്കോ പുത്തൂരിന്റെ നേതൃത്വത്തിലുള്ള സിനഡൽ കമ്മിറ്റി ചർച്ചകളിലൂടെ ഉണ്ടാക്കിയ പരിഹാര നിർദ്ദേശങ്ങളാണ്. ആ പരിഹാര നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു എന്നതാണ് ലിറ്റർജി വിഷയത്തിൽ സിനഡിന്റെ അവസാന തീരുമാനം. അതിനു മുമ്പുള്ള തീരുമാനങ്ങളെല്ലാം അതോടെ അസാധുവായി. ഏകകണ്ഠമായി സിനഡ് തീരുമാനിക്കുകയും പോസിറ്റീവ് റെക്കമെൻഡേഷനോടെ വത്തിക്കാനിലേക്ക് അയക്കുകയും ചെയ്ത ആ നിർദ്ദേശങ്ങൾ മാത്രമാണ് നമ്മൾ അനുസരിക്കേണ്ടത്. മാർ ബോസ്കോ പുത്തൂരിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അവസാനമായി ഉണ്ടാക്കിയതും സിനഡ് ഏകകണ്ഠമായി പാസാക്കിയതുമായ തീരുമാനമായിരിക്കും. നമ്മൾ കേട്ടു, ഷൈജു പറയുന്നു പൂർണ്ണമായിട്ടും സിനഡ് അംഗീകരിച്ച റിപ്പോർട്ടാണ് ഇതെന്നുള്ളത്. ശുദ്ധ അസംബന്ധവും വലിയ നുണയുമാണിത്. ഞാൻ സംസാരിച്ച 9 അംഗ കമ്മിറ്റിയിലെ മെത്രാൻ, പ്രമുഖനായിട്ടുള്ള മെത്രാൻ എന്നോട് പറഞ്ഞത് ഇത് സിനഡ് അംഗീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സിനഡ് പോയിട്ട് പെർമനന്റ് സിനഡിലെ എല്ലാ മെത്രാന്മാർ പോലും ഈ റിപ്പോർട്ട് കണ്ടിട്ടില്ലല്ലോ പിതാവേ, പിന്നെ എങ്ങനെ പൂർണ്ണ സിനഡ് അംഗീകരിക്കും? പൂർണ്ണ സിനഡിൽ നിങ്ങൾ ഈ റിപ്പോർട്ട് എപ്പോഴാ വെച്ചത്? അദ്ദേഹത്തിന് മിണ്ടാട്ടമില്ലായിരുന്നു, അദ്ദേഹത്തിന് മറുപടി ഇല്ലായിരുന്നു. കാരണം പൂർണ്ണ സിനഡിലെ പല മെത്രാന്മാർക്കും ഈ റിപ്പോർട്ട് എന്താണെന്ന് പോലും അറിയത്തില്ല, ഇത് അയച്ചോ എന്ന് പോലും അറിയത്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, പെർമനന്റ് സിനഡിലെ മെത്രാന്മാർക്ക് മുഴുവനായിട്ട് പോലും ഈ റിപ്പോർട്ടിനെ പറ്റി അറിവില്ലായിരുന്നു. പിന്നെ റിപ്പോർട്ടിൽ എങ്ങനെ കർദിനാൾ ഒപ്പിട്ടു? ആദ്യം ഞാൻ ഈ പറഞ്ഞ മെത്രാൻ എന്നോട് പറഞ്ഞത് കർദിനാൾ പിതാവ് ഒപ്പിട്ടാണ് അയച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവേ ഇതും തെറ്റാണ്. കർദിനാൾ പിതാവ് ആദ്യം ഈ റിപ്പോർട്ട് ഒപ്പിടുന്നതിൽ വിസമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ ഒപ്പിടുകയില്ല. എന്നാൽ അദ്ദേഹത്തെ ഇവർ പറഞ്ഞ് പറ്റിച്ചൊപ്പിടിപ്പിച്ചു. ഇവിടെയാണ് നമ്മൾ ഭൂമി വിവാദത്തെ കൂടി കാണേണ്ടത്. അവിടെയും അദ്ദേഹത്തെ കബളിപ്പിച്ചൊപ്പിടിപ്പിച്ച് അദ്ദേഹത്തെ ചതിക്കുകയാ ചെയ്ത്. ഇവിടെയും അതേ സംഭവം വീണ്ടും അരങ്ങേറുകയാ ചെയ്തത്. ഭൂമി വിവാദം പോലെ ഒരു കള്ള റിപ്പോർട്ടായിരുന്നു ഈ 9 മെത്രാന്മാർ തയ്യാറാക്കി എന്ന് പറയുന്ന ഈ റിപ്പോർട്ട് കർദിനാളിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചത്. അദ്ദേഹത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. ഈ റിപ്പോർട്ട് പോകുന്നത് വഴി എറണാകുളത്തെ എല്ലാ പ്രശ്നങ്ങളും തീരും. കാരണം ഈ റിപ്പോർട്ട് ഒരിക്കലും മാർപ്പാപ്പയോ വത്തിക്കാനോ അംഗീകരിക്കത്തില്ല എന്ന് ഈ 9 മെത്രാന്മാർക്കും കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു. എനിക്ക് ഇത് കിട്ടിയ ഉറവിടം, സ്രോതസ് കൃത്യമാണ്. അത് കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ 9 അംഗത്തിൽപ്പെടുന്ന ഒരു മെത്രാനുമായിട്ട് ഞാൻ വളരെ വിശദമായി സംസാരിച്ചതാണ്. ഞാനിത് തർക്കങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് അംഗീകരിച്ചു, സമ്മതിച്ചു. ശരിയാണ്, കർദിനാൾ പിതാവ് ആദ്യം ഇത് ഒപ്പിടത്തില്ലായിരുന്നു. ഞങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അങ്ങനെ അദ്ദേഹം ഒപ്പിട്ട് തന്നത്. അവിടെ ഒരു ചതിയല്ലേ നടന്നത് എന്ന് ഞാൻ മെത്രാനോട് ചോദിച്ചു. അദ്ദേഹം ഒന്നും ഉരിയാടിയില്ല. എന്നാൽ ഞാൻ ആ ഒരു മെത്രാനെ മാത്രം കുറ്റപ്പെടുത്തത്തില്ല. കാരണം ഇവിടെ നടന്നത് മുഴുവൻ ഒരു ഗൂഢാലോചനയായിരുന്നു. ഈ റിപ്പോർട്ട് തന്നെ, രഹസ്യ റിപ്പോർട്ട് വിമതരുടെ കൈവശം എങ്ങനെ എത്തി? കാരണം ഇത് വത്തിക്കാന് മാത്രം കാണുവാൻ വേണ്ടി അയച്ചതാണ്. ഞാൻ ഈ പറയുന്ന മെത്രാൻ എന്നോട് പറഞ്ഞത് വളരെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് മേജർ ആർച്ച് ബിഷപ്പിനെയും ആൻഡ്രൂസ് താഴത്തിനെയും ഈ
കാണിച്ചത് എന്നുള്ളതാണ്. നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഈ പറയുന്ന ആ ഒരു വാചകത്തിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. കാരണം ഇവിടെ പലരെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അയച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ എന്തുമായിക്കോട്ടെ അത് ശുദ്ധ നുണയും ശുദ്ധ അസംബന്ധവുമാണ്. നടക്കാൻ പാടില്ലാത്ത കാര്യം, കത്തോലിക്ക സഭയിൽ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ 9 മെത്രാന്മാരുടെ റിപ്പോർട്ട്. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു കള്ളക്കളി നടത്തി എന്ന് മാർ ബോസ്കോ പുത്തൂരിനോടാണ് ചോദിക്കുവാനുള്ളത്. കാരണം അദ്ദേഹമായിരുന്നു ഈ കമ്മിറ്റിയുടെ തലവൻ. അപ്പോൾ ഇത്തരം വളഞ്ഞ വഴികൾ നടത്തി കർദിനാളിനെ തെറ്റിദ്ധരിപ്പിച്ച് മാർ വാസൽ പിതാവിനെയും തെറ്റിദ്ധരിപ്പിച്ച് റിപ്പോർട്ട് വത്തിക്കാനിൽ എത്തിച്ചു. വത്തിക്കാൻ അത് ചുരുട്ടിക്കൂട്ടി കൂടയിലേക്ക് എറിഞ്ഞു എന്നുള്ളതാണ് സത്യം. അത് ഈ മെത്രാന്മാർക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇപ്പോൾ ഈ റിപ്പോർട്ടിനെ ചൊല്ലിയാണ് മിസ്റ്റർ ഷൈജു പറയുന്നത് പൂർണ്ണ സിനഡ് അംഗീകരിച്ച വത്തിക്കാനിലേക്ക് അയച്ച റിപ്പോർട്ടാണ് അനുസരിക്കാൻ മാർപ്പാപ്പ പറയുന്നത് എന്ന്. മിസ്റ്റർ ഷൈജു, നുണ പറയുന്നതിനും ഒരു നാണം വേണം. നാണമോ ലജ്ജയോ ഉളിപ്പോ ഇല്ലാത്ത നിങ്ങളെ പറ്റി എന്താണ് പറയുക? കൃത്യമായിട്ട് സത്യം പൊതുജനത്തിന് മുൻപിലുള്ളപ്പോൾ ഇത്രയും തൊലിക്കെട്ടി കാണ്ടാമൃഗത്തിന് പോലും കാണത്തില്ല മിസ്റ്റർ ഷൈജു എന്ന് വളരെ സഹതാപത്തോടുകൂടി മാത്രമേ എനിക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും ഈ സാത്താൻ ബാധിതനായ വിമതൻ നുണകളുടെ മലവെള്ള പാച്ചിലാണ് അഴിച്ചുവിടുന്നത്. വീണ്ടും പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. പൗരസ്ത്യ തിരുസംഘം മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു പോലും. നമുക്ക് കേൾക്കാം. ഒരു കാര്യം ഉറപ്പ്, ഓറിയന്റൽ കോൺഗ്രിഗേഷൻ എഴുതി കൊടുത്ത കത്ത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ മാർപ്പാപ്പ വായിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ മാർപ്പാപ്പ തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു എന്നർത്ഥം. നമ്മൾ കേട്ടു. ഷൈജു പറയുന്നു പൗരസ്ത്യ തിരുസംഘം എഴുതി കൊടുത്ത കത്ത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലാണ് മാർപ്പാപ്പ വായിച്ചത്. എന്ത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എന്നുകൂടി മിസ്റ്റർ ഷൈജു വെളിപ്പെടുത്തണം. ഇല്ലെങ്കിൽ നുണകളുടെ രാജാവായിട്ട് തിരുപ്പട്ടം നൽകേണ്ട ഗതികേടിലേക്ക് വിശ്വാസികൾ വരും. പെരുനുണയനാണെന്ന് ആൾക്കാർക്ക് അറിയാം എങ്കിലും അതിന്റെ ഒരു പട്ടം തന്നെ ചാർത്തി തരേണ്ട ഗതികേടിലേക്ക് വരും. കാരണം പൗരസ്ത്യ തിരുസംഘത്തിന്റെ തലവൻ പോലും മാർപ്പാപ്പയെ കാണണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അനുവാദം മേടിച്ച് മാർപ്പാപ്പ സമ്മതിച്ചാൽ മാത്രമേ വളരെ കുറച്ച് നിമിഷത്തേക്ക് പൗരസ്ത്യ തിരുസംഘത്തിന്റെ പ്രീഫെക്ടിന് പോലും മാർപ്പാപ്പയെ കാണുവാൻ സാധിക്കത്തുള്ളൂ. ആ സ്ഥിതിക്ക് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ച് സമ്മർദ്ദത്തിലാക്കി എന്ന് പറയുന്നതിൽ അല്പമെങ്കിലും ലോജിക്ക് വേണ്ടേ മിസ്റ്റർ ഷൈജു? ഇങ്ങനെയാണോ നിങ്ങൾ മീഡിയ പ്രവർത്തനങ്ങൾ നടത്തുന്നത്? നുണകൾ പറയുന്നതിന് ഒരു അതിർവരമ്പ് വേണ്ടേ എന്നാണ് ഷൈജുവിനോട് ചോദിക്കുന്നത്. ഷൈജു വീണ്ടും പറയുന്നു മാർപ്പാപ്പ പറഞ്ഞത് മുഴുവൻ നുണയാണ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമുക്ക് കാണാം. ഇതേ കത്തിൽ 3-ാമത്തെ പാരഗ്രാഫിൽ മെത്രാൻ സിനഡ് കുർബാന തീരുമാനത്തിൽ യോജിപ്പിലെത്തിയിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. 5-ാമത്തെ പാരഗ്രാഫിൽ സിനഡിന്റെ തീരുമാനങ്ങൾ അനുസരിക്കാതിരിക്കാൻ വൈദികർ നിങ്ങളെ വർഷങ്ങളായി പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. നിങ്ങളുടെ ഇടയിൽ അക്രമം നടന്നിട്ടുണ്ട്, ഇപ്പോഴുമുണ്ട്. ആ പരാമർശവും തെറ്റാണ്. കത്തിൽ പറയുന്ന മറ്റൊരു കാര്യം എങ്ങനെയാണ്? എതിർപ്പിനുള്ള ചില കാരണങ്ങൾക്ക് കുർബാന അർപ്പണവുമായോ ആരാധനാക്രമവുമായോ യാതൊരു ബന്ധവുമില്ലെന്ന് എനിക്കറിയാം. അവ ലൗകിക കാരണങ്ങളാണ്. നിങ്ങൾ നോക്കൂ, മാർപ്പാപ്പയെ കൊണ്ടുപോലും എത്ര വിദഗ്ധമായാണ് ഈ കൂട്ടർ കള്ളം പറയിപ്പിക്കുന്നത്. മാർപ്പാപ്പയുടെ കത്ത് ദേവാലയങ്ങളിൽ വായിച്ചില്ല എന്ന പച്ചക്കള്ളവും ഈ കുറിപ്പിലുണ്ട്. ചുരുക്കത്തിൽ അവാസ്തവമായ കാര്യങ്ങൾ കുത്തി നിറച്ച ഈ കത്ത് ഇവിടെ ഷൈജു പറയുന്നു സിനഡിന്റെ തീരുമാനങ്ങൾ അനുസരിക്കാതിരിക്കുവാൻ തക്കവണ്ണം വൈദികർ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു, അവരെ നിങ്ങൾ അനുസരിക്കരുത് എന്ന് മാർപ്പാപ്പ പറഞ്ഞത് പച്ച കള്ളമാണെന്ന് നേരിട്ട് ഷൈജു ഇവിടെ പറയുക. അതിനർത്ഥം മാർപ്പാപ്പ കള്ളത്തരം പറഞ്ഞു, മാർപ്പാപ്പ കള്ളനാണ് എന്നാണ് മിസ്റ്റർ ഷൈജു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നേരെ ഇതേ വർത്തമാനം തന്നെയല്ലേ മിസ്റ്റർ കുര്യൻ ജോസഫും നേരത്തെ പറഞ്ഞത്? മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റി. അപ്പോൾ മാർപ്പാപ്പയുടെ തെറ്റാവരത്തെ അല്ലെങ്കിൽ കർത്താവ് പത്രോസ്ലീഹായ്ക്ക് നൽകിയ സഭാ തലവന് നൽകിയ ആ അധികാരത്തെ ഇവര് രണ്ടുപേരും ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഇവര് തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. മാർപ്പാപ്പയ്ക്ക് അങ്ങനെ ഒരു പ്രബോധന അധികാരം, അങ്ങനെ ഒരു തെറ്റാവരമില്ല എന്നാണ് ഈ പെരുനുണയൻ ഷൈജുവും മിസ്റ്റർ കുര്യൻ ജോസഫും പറയുന്നത്. ഇനിയും
സീറോ മലബാർ വിശ്വാസികൾ ചിന്തിക്കുക, നിങ്ങൾ ഈ പെരുനുണയന്മാരുടെ കൂടെ നിൽക്കുന്നു അതോ സഭാതലവനായ മാർപ്പാപ്പയുടെ ഒപ്പം നിൽക്കുന്നു എന്ന് വിശ്വാസികൾ ചിന്തിക്കണം. കാരണം ഇവർ ശതാബ്ദി ആഘോഷത്തിന്റെ സമാപന സമ്മേളനം നടത്തിയപ്പോൾ അവിടെ കന്യാസ്ത്രീ വസ്ത്രം ധരിച്ച കുറെ അധികം സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഏകദേശം 20-25 പേര് വരും. അത് 20-25 വലിയൊരു എണ്ണമല്ല. എന്നാൽ അവർ ധരിച്ചിരിക്കുന്നത് കന്യാസ്ത്രീ വസ്ത്രമാണ്. അങ്ങനെ ധരിച്ചുകൊണ്ട് ഒരാൾ വന്നാൽ പോലും അത് സാത്താൻ സേവയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. ഇവരൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഈ പച്ച നുണകൾ അതിന് കൈയടിച്ച ആളുകളാണ്. അവിടെ കൂടിയ ഈ 2300ഓളം ആൾക്കാര് 5 ലക്ഷത്തിലധികം വരുന്ന എറണാകുളത്തെ സീറോ മലബാർ വിശ്വാസികളിൽ നിന്ന് 2300ഓളം പേരെത്തി എന്നുള്ളതും വലിയ ഒരു കാര്യമാണ്. അത്രയും സാത്താൻ ബാധിതരുണ്ട് എന്ന് വേണം ചിന്തിക്കുവാൻ. ഇവിടെ 450 വൈദികർ എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം 120ഓളം വൈദിക തൊഴിലാളികൾ ലോഹധാരികൾ എത്തി എന്നുള്ളതും ആളുകളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. ഇത്രയും സാത്താൻ ബാധിതർ എറണാകുളത്തുണ്ടോ എന്നിപ്പോൾ വിശ്വാസികൾ ചിന്തിക്കുന്നു. ഇവിടെ നുണകളുടെ മലവെള്ളപ്പാച്ചിലുകൾ നിൽക്കുന്നില്ല. ഷൈജു വാവ് തുറന്നു കഴിഞ്ഞാൽ നുണകൾ മാത്രമേ വരികയുള്ളൂ എന്നൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഷൈജു പറയുന്നു, മാർപ്പാപ്പ പറയുന്ന കാര്യം എതിർപ്പിനുള്ള കാരണം കുർബാന അർപ്പണമോ ആരാധന ക്രമമോ അല്ല, മറ്റുള്ള ലൗകിക കാരണങ്ങളാണ്. ഇതും കള്ളത്തരമാണ് എന്നാണ് ഷൈജു പറയുന്നത്. അപ്പോൾ പൊതുവെ മാർപ്പാപ്പ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കള്ളത്തരമാണ്. അതിലുപരി മാർപ്പാപ്പയുടെ സന്ദേശം ആൻഡ്രൂസ് മെത്രാൻ എഴുതി തയ്യാറാക്കി സിറിൽ വാസിൽ വഴി മാർപ്പാപ്പയെ കൊണ്ട് പറയിപ്പിച്ചു എന്നാണ് ഈ ഷൈജു ഇവിടെ വീമ്പളക്കുന്നത്. നമുക്ക് കാണാം. ആൻഡ്രൂസ് മെത്രാൻ എഴുതി വാസിൽ മെത്രാനിലൂടെ ആസൂത്രണം ചെയ്തെടുത്ത കുതന്ത്രമാണ്. അത്തരം കുതന്ത്രങ്ങൾക്ക് ഇനിയും ഇവിടെ വേരില്ല. നമ്മൾ കേട്ടു എന്താണ് ഷൈജു ഇവിടെ നുണകളുടെ മലവെള്ളപ്പാച്ചിൽ പറഞ്ഞ് തള്ളി മറിച്ചത് എന്ന് നമ്മൾക്ക് കാണാം. കാരണം ഇതിനർത്ഥം എന്താണ്? മാർപ്പാപ്പയ്ക്ക് ചിന്താശക്തിയില്ല, മാർപ്പാപ്പയ്ക്ക് ചിന്തിക്കുവാനുള്ള കഴിവില്ല. അതുകൊണ്ടാണല്ലോ 2 മെത്രാന്മാർ എഴുതി കൊടുത്ത കാര്യങ്ങള് ഗൂഢാലോചനയായി മാർപ്പാപ്പ വീഡിയോ സന്ദേശമായി ലോകത്തിന് നൽകിയത്. അപ്പോൾ ഇത്രയും ചിന്താശക്തി ഇല്ലാത്ത കഴിവില്ലാത്ത ഒരു വ്യക്തിയാണോ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് ഷൈജു ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല, വിശ്വാസികളുടെ കുഴപ്പമല്ല. കാരണം വിശ്വാസികൾ പൂർണ്ണമായിട്ടും മാർപ്പാപ്പയിൽ തങ്ങളുടെ വിശ്വാസം ഏറ്റുപറഞ്ഞിരിക്കുന്നു. നിങ്ങളെ പോലുള്ള നുണയന്മാര് സാത്താൻ സേവക്കാരെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ഉളിപ്പും നാണവുമില്ലാതെ ഷൈജു പറയുന്നു, മാർപ്പാപ്പയെ അനുസരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ അവിടെ കണ്ടീഷനുണ്ട്. ഇവിടെ മാർ ബോസ്കോ പുത്തൂരിന്റെ നേതൃത്വത്തിലുള്ള റിപ്പോർട്ട് അത് മാർപ്പാപ്പ അംഗീകരിക്കുകയാണെങ്കിൽ, അത് അനുസരിക്കാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ അനുസരിക്കാം. കാരണം അത് പൂർണ്ണ സിനഡ് അംഗീകരിച്ച ബോസ്കോ പുത്തൂരിന്റെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റിയുടെ ശുപാർശയാണ്. അതാണ് സീറോ മലബാർ സഭയുടെ ശുപാർശ എന്നാണ് ഈ പെരുനുണയൻ വിളിച്ചു പറയുന്നത്. ഇവിടെ വോയിസ് ഓഫ് ട്രൂത്ത് മിസ്റ്റർ ഷൈജുവിനെ വെല്ലുവിളിക്കുകയാണ്. മാർ ബോസ്കോ പുത്തൂർ എഴുതി തയ്യാറാക്കിയ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കമ്മിറ്റി എഴുതി തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് പൂർണ്ണമായ സിനഡ് അംഗീകരിച്ചു എന്ന് തെളിയിക്കാൻ മിസ്റ്റർ ഷൈജുവിനെ പരസ്യമായി വെല്ലുവിളിക്കുവാൻ വോയിസ് ഓഫ് ട്രൂത്ത് ആഗ്രഹിക്കുകയാണ്. ധൈര്യമുണ്ടോ ഷൈജു നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ തെളിയിക്കുവാൻ? ഇല്ലെങ്കിൽ ഈ പണിയൊക്കെ നിർത്തി തിരിച്ചു പോകൂ. കാരണം നിങ്ങൾക്ക് നേടാനുള്ളതൊക്കെ നിങ്ങൾ നേടിക്കഴിഞ്ഞു. നുണകൾ മാത്രം പറയുന്ന നുണയന്മാരുടെ രാജാവായി സ്ഥാനീയ പട്ടം വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോയി കുത്തിയിരിക്കൂ വിമത എന്നാണ് മിസ്റ്റർ ഷൈജുവിനോട് പറയുവാനുള്ളത്. എറണാകുളത്തെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന വേളയിൽ മിസ്റ്റർ കുര്യൻ ജോസഫിനെ ഒന്ന് പൊക്കി ഉയർത്തിക്കൊണ്ടുവരുന്ന മുണ്ടാടന്റെ ഒരു സന്ദേശം നമുക്കൊന്ന് കേൾക്കാം. മുണ്ടാടൻ ഇവിടെ പല വാചകങ്ങളും കത്തിക്കുന്നുണ്ട്. ആദ്യം എന്താണ് മിസ്റ്റർ മുണ്ടാടൻ പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. നലം തികഞ്ഞ വിശ്വാസ ബോധ്യങ്ങളാലും നീതിയുടെയും സത്യത്തിൻ്റെയും പാതയിൽ എല്ലാ സാഹസ്യങ്ങളും ഏറ്റെടുത്ത് ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ സത്യത്തിൻ്റെ വർണ്ണാഭ പകർന്നു കൊടുക്കുകയും അധികാരമോഹങ്ങളുടെയോ രാഷ്ട്രീയ മഹിമയുടെയോ പാത തേടാതെ വളരെ ലളിതമായി സാധാരണക്കാരെ അടുത്തറിയുകയും
സഭയുടെയും സമൂഹത്തിൻ്റെയും പ്രതിസന്ധികളിൽ ആത്മാർത്ഥമായി ഇടപെടുകയും ചെയ്യുന്ന വ്യക്തിയാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ്. ഇന്നത്തെ ഈ ശതാബ്ദിയുടെ സമാപന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒരുപക്ഷെ ചിലർ പറഞ്ഞേക്കും ഒരു മെത്രാൻ്റെ കുറവുണ്ടെന്ന്. ഈ കേരളത്തിലുള്ള എല്ലാ മെത്രാന്മാരുടെയും കുറവ് നികത്തുന്ന ഒരു അൽമായ വ്യക്തിത്വമാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 12 പേരെ തൻ്റെ അതിഥികളായി സ്വീകരിച്ച് ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ നേരം വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചൊരു വ്യക്തിയാണ്. റോമിലെ 2 സിനഡിൽ പങ്കെടുത്ത വ്യക്തിയാണ്. CBCIയുടെയും KCBCയുടെയും പല കമ്മീഷനുകളിലും നിരന്തരമായ സാന്നിധ്യമായിരുന്നു ജസ്റ്റിസ് കുര്യൻ ജോസഫ്. അതുമാത്രമല്ല, 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ തുറവി ഏറ്റവും ആദ്യം സ്വീകരിച്ചത് ജസ്റ്റിസ് കുര്യൻ ജോസഫാണ്. അതുകൊണ്ട് ഈ ശതാബ്ദി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും ഉചിതനായ വ്യക്തി ജസ്റ്റിസ് കുര്യൻ ജോസഫ് തന്നെയാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കേട്ടു മുണ്ടാടൻ പറഞ്ഞത് കേരളത്തിലുള്ള എല്ലാ മെത്രാന്മാരുടെയും കുറവ് നികത്തുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ കുര്യൻ ജോസഫ്. കാരണം മിസ്റ്റർ കുര്യൻ ജോസഫ് എന്ന് വെച്ചാൽ സിനഡിലുള്ള എല്ലാ മെത്രാന്മാരും, അതിലുപരി കേരളത്തിലെ എല്ലാ മെത്രാന്മാരും, അത് ലത്തീൻ സഭയാണെങ്കിലും മലങ്കര സഭയാണെങ്കിലും അവിടെയുള്ള എല്ലാ മെത്രാന്മാരെക്കാളും അത്യുത്തമനാണ്, യോഗ്യനാണ് മിസ്റ്റർ കുര്യൻ ജോസഫ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചിരിക്കുന്നത്. കാരണം മിസ്റ്റർ കുര്യൻ ജോസഫ് ചെറിയ പാർട്ടിയൊന്നുമല്ല. വിശുദ്ധ മാർ ജോൺ പോൾ മാർപ്പാപ്പയോടൊപ്പം 2 മണിക്കൂർ ഭക്ഷണം കഴിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് 2 മണിക്കൂർ ഭക്ഷണം കഴിച്ചു കളഞ്ഞു. അതിലുപരി മാർപ്പാപ്പയുടെ ഉപദേശക സമിതിയിലെ അംഗമാണ്. KCBC, CBCI തുടങ്ങിയ സംഘടനകളിലൊക്കെ പല കമ്മിറ്റികളുടെയും മെമ്പറായിരുന്നു അദ്ദേഹം. അങ്ങനെ പല രീതിയിൽ മിസ്റ്റർ കുര്യൻ ജോസഫിനെ വാനോളം പുകഴ്ത്തുന്ന ഈ മുണ്ടാടനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മുണ്ടാടനോടൊരു ചോദ്യമുണ്ട്. മുണ്ടാട, ഈ കുര്യൻ ജോസഫ് പറയുന്നു മാർപ്പാപ്പ പറയുന്നത് മുഴുവൻ അംഗീകരിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനല്ല, മാർപ്പാപ്പയ്ക്ക് തെറ്റ് പറ്റാം, മാർപ്പാപ്പ തെറ്റ് തിരുത്തണമെന്നൊക്കെ പറയുന്നത് മിസ്റ്റർ മുണ്ടാടൻ അംഗീകരിക്കുന്നുണ്ടോ? മുണ്ടാട, മാർപ്പാപ്പയുടെ സന്ദേശത്തിൽ പല അവ്യക്തതകളും കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. കാരണം മുണ്ടാടതിന് മുമ്പ് മാർപ്പാപ്പയ്ക്ക് കീജെ വിളിക്കുന്ന ഒരു വീഡിയോ ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. We love Pope Francis. Viva il Papa! Viva il Papa! Viva il Papa! We are loving Pope Francis. ഇവിടെ വീവായിൽ പാപ്പ, വീവായിൽ പാപ്പ, വി ലവ് യു പാപ്പ എന്നൊക്കെ പറയുന്ന മുണ്ടാടൻ കുര്യൻ ജോസഫ് പറഞ്ഞ കാര്യങ്ങൾ എൻഡോഴ്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഏതായാലും കുര്യൻ ജോസഫ് സ്വയമായിട്ടും വളരെയധികം പൊങ്ങച്ചമടിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. ഇതിൽ പല രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ കാണാം മിസ്റ്റർ കുര്യൻ ജോസഫ് എന്താണ് തന്നെ പറ്റി തന്നെ പറയുന്നതെന്ന്. പുഗ്ദാന ദമസിക എന്ന് പറഞ്ഞുകൊണ്ട് 7 വയസ്സിൽ ഞാൻ ഈ കത്തോലിക്ക സഭയോട് ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങിയതാണ്. സഭയിൽ ഒരു അൽമായന് എത്താവുന്ന ഏറ്റവും വലിയ പദവിയായിട്ടുള്ള മാർപ്പാപ്പയെ ഉപദേശിക്കുന്ന പൊന്തിഫിക്കൽ കൗൺസിലിൽ അംഗം വരെ ഞാൻ ആയതാണ്. ആ ഒരു അൽമായൻ്റെ സ്നേഹത്തോടെ, സ്വാതന്ത്ര്യത്തോടെ, അവകാശത്തോടെ ഞാനും പറയട്ടെ, ഇന്ത്യയിലെ എല്ലാ രൂപതകളിലും പോകാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള വ്യക്തി, ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്ന വ്യക്തിയാണ്, പുറത്തും സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് വേദനകൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ എറണാകുളത്തെ ആളുകൾ പ്രകടിപ്പിച്ച മാതിരി അവർ ഒറ്റക്കെട്ടായി നിന്ന് പ്രകടിപ്പിക്കാൻ പല കാരണങ്ങളാൽ അവർക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മരണശേഷം നമ്മളൊക്കെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ 3 അത്ഭുതങ്ങൾ കാണുമെന്നാണ് പറഞ്ഞേക്കുന്നത്. 1, നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരെയും അവിടെ കാണില്ല. 2, നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരെയും അവിടെ കാണും. 3ാമത്തെ അത്ഭുതം നമ്മളവിടെ ഉണ്ട്. അതാണ് 3ാമത്തെ അത്ഭുതം. നമ്മൾ കേട്ടു അദ്ദേഹം പറയുന്നു അൽമായനിൽ ഞാൻ ഏറ്റവും പ്രാമുഖ്യമുള്ള ആളാണ്. കാര്യം ഒരു അൽമായന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സ്ഥാനം അലങ്കരിച്ച വ്യക്തിയാ. അതിലുപരി അദ്ദേഹം പറയുന്നു ഞങ്ങൾ മൊത്തമായിട്ട് സ്വർഗത്തിലേക്ക് പോകും. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഏകദേശം 2300ഓളം പേരുണ്ട്. ഇവരെല്ലാം സ്വർഗത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. മറ്റുള്ളവരാരും എന്ന് പറഞ്ഞാൽ ഇതിൽ പങ്കെടുക്കാത്ത മെത്രാന്മാർ ഉൾപ്പെടെ ആരും സ്വർഗത്തിൽ പോകത്തില്ല എന്ന് ഇതാ മിസ്റ്റർ കുര്യൻ ജോസഫ്
ഭവിഷ്യവാണി ചെയ്തിരിക്കുകയാണ്. ഇദ്ദേഹം പറയുന്നത് ഏതോ ഒരു കഥയെ ആസ്പദമാക്കിയാണ്. സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ 3 കാര്യങ്ങൾ കാണും. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾ ഒന്നും സ്വർഗത്തിൽ കാണത്തില്ല. അത് ഈ കൊട്ടുകൊട്ടിയത് സിനഡ് മെത്രാന്മാർ. കാര്യം മുണ്ടാടൻ നേരത്തെ പറഞ്ഞായിരുന്നു, മെത്രാന്മാർ ആരും ഇതിൽ പങ്കെടുക്കുന്നില്ല, അതിന് പകരമാണ് മിസ്റ്റർ കുര്യൻ ജോസഫ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ മെത്രാന്മാർ കാണത്തില്ല എന്ന് ഇവിടെ അസന്നിഗ്ധമായിട്ട് കുര്യൻ ജോസഫ് പറഞ്ഞിരിക്കുന്നു. കൂടെ മറ്റുള്ള വിശ്വാസികളും കാണത്തില്ല, മറ്റുള്ള ഒരു രൂപതയിലും വിശ്വാസി കാണത്തില്ല, കാരണം നിങ്ങൾ ആരും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തില്ല. പിന്നെ അദ്ദേഹം പറയുന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും അവിടെ കാണും. അത് ആരെയാണ് മിസ്റ്റർ കുര്യൻ ജോസഫ് ഉദ്ദേശിച്ചത്? നിങ്ങൾ ഈ 2300 പേര് വരുന്ന ഇതിൽ പങ്കെടുത്ത ആളുകളെയാണോ, അതോ ഈ 10-25 പേര് കന്യാസ്ത്രീ വേഷധാരികളായ സ്ത്രീകളെയാണോ, അതോ മുണ്ടാടനെയോ നരികുളത്തിനെയോ പാറേക്കാട്ടിനെയോ, അതോ ആ സ്റ്റേജിലിരുന്ന 120ഓളം വരുന്ന വൈദിക തൊഴിലാളികളെ, വൈദിക ലോഹധാരികളെയാണോ, അവരെയാണോ നിങ്ങൾ ഈ പ്രതീക്ഷിക്കാത്തവർ എന്ന് ഉദ്ദേശിച്ചത്? കാര്യം ഇവിടെ മുഴുവൻ സഭാവിരുദ്ധ പ്രവർത്തനവും നടത്തി, കർത്താവിനിട്ട് പാരയും പണിത്, കർത്താവിനെ ചീത്തയും വിളിച്ച്, മാർപ്പാപ്പയെ ചീത്ത വിളിച്ച് അല്ലെങ്കിൽ മാർപ്പാപ്പയെ തള്ളിപ്പറഞ്ഞ് കർദിനാളിന്റെ കോലം കത്തിച്ച് നടക്കുന്നവരെയൊന്നും പ്രതീക്ഷിച്ച് കാണത്തില്ല. അവരൊക്കെ സ്വർഗത്തിൽ കാണും, ഞങ്ങളൊക്കെ സ്വർഗത്തിൽ കാണും എന്നാണ് മിസ്റ്റർ കുര്യൻ ജോസഫ് പറഞ്ഞത്. ഏതായാലും സ്വർഗത്തിൽ വെച്ച് കാണാം മിസ്റ്റർ കുര്യൻ ജോസഫ്, ഞങ്ങൾ ഏതായാലും നിങ്ങളുള്ള സ്വർഗത്തിലേക്ക് വരുന്നില്ല. അതിലും ഭേദം നരകമാണ്. കാര്യം നിങ്ങൾ ഇരിക്കുന്നിടം ഒരിക്കലും സ്വർഗമാകത്തില്ല മിസ്റ്റർ കുര്യൻ ജോസഫ്. നിങ്ങൾ എത്രയൊക്കെ വാചകം കത്തിച്ചാലും കർത്താവ് തന്റെ പ്രിയ ശിഷ്യന് നൽകിയ, സഭാ തലവന് നൽകിയ അധികാരം പത്രോസ് വഴി കൈമാറപ്പെട്ട് ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ നിന്ന് എത്തി നിൽക്കുന്ന, മാർപ്പാപ്പയുടെ തെറ്റാവരത്തെ തള്ളിപ്പറഞ്ഞ നിങ്ങൾ കർത്താവിനെ തന്നെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ആ നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയുകയാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സ്വർഗം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ആ പാവപ്പെട്ട നരകത്തിലേക്ക് പൊക്കോളാം എന്നാണ് മിസ്റ്റർ കുര്യൻ ജോസഫിനോട് പറയുവാനുള്ളത്. ഇവിടെ കുര്യൻ ജോസഫ് ജനാഭിമുഖ കുർബാന അല്ലെങ്കിൽ സഭ തള്ളിക്കളഞ്ഞ സാത്താൻ കുർബാനയെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത്, അപ്പം മുറിച്ച് ഇതെന്റെ ശരീരമാണ് എന്ന് വൈദികൻ പറയുമ്പോൾ ആ കർത്താവിനെ ഒന്ന് കാണുവാനുള്ള അവകാശം നമുക്കില്ലേ? അത് നമ്മുടെ ഒരു ഭാഗ്യമല്ലേ? അത് കാണണമെന്നുണ്ടെങ്കിൽ, കർത്താവിനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടാകണമെങ്കിൽ ജനാഭിമുഖ കുർബാന വേണമെന്നാണ് മിസ്റ്റർ കുര്യൻ പറയുന്നത്. നമുക്ക് ആ യേശുവിനെ ആ അപ്പത്തിൽ, ഈ പുൽക്കൂട്ടിൽ ഉണ്ണിയെ നമുക്ക് കാണാൻ കഴിയണം. പുൽക്കൂട്ടിൽ ഉണ്ണിയില്ലാതെ പുൽക്കൂട്ട് അലങ്കരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം അപ്പത്തിൽ, പരിശുദ്ധ കുർബാനയിൽ നമുക്ക് ഈശോയെ സത്യമായി കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടാവും. പുൽക്കൂട്ടിലേക്ക് നോക്കിയിട്ട് നമ്മൾ നോക്കുന്ന ഉണ്ണീശോയെ കാണാനല്ല. അങ്ങനെ ഇത് നിനക്കായി നൽകപ്പെടുന്ന, മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ് എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന ഈശോയെ എനിക്കൊന്ന് കാണണ്ടേ? ഈ നേത്രങ്ങൾ കണ്ടിട്ടല്ലേ ആത്മീയ നേത്രങ്ങൾ കണ്ട് കാണുന്നത്. അതായിരുന്നു എൻ്റെ ഒരു വേദന. മഹാകഷ്ടം എന്ന് മാത്രമേ മിസ്റ്റർ കുര്യനോട് പറയാനുള്ളൂ. മിസ്റ്റർ കുര്യൻ ജോസഫ് സെമിനാരി പഠനം കഴിഞ്ഞൊരു വ്യക്തിയാണ്. സ്വയമായിട്ട് ബൈബിൾ പണ്ഡിതനെന്നും സഭാ സ്നേഹിയുമെന്നൊക്കെ പറയുന്ന താങ്കൾക്ക് പരിശുദ്ധ ബലിയർപ്പണത്തെ പറ്റി ഇത്രയും ധാരണയോ ഉള്ളോ മിസ്റ്റർ കുര്യൻ ജോസഫ് എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. കാരണം നിങ്ങൾ പറയുന്നത് പോലെ ഈ അപ്പത്തിൽ കർത്താവ് എഴുന്നള്ളിയിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കർത്താവിനെ കാണണമെന്ന് പറയുമ്പോൾ, നിങ്ങൾ പരിശുദ്ധ ബലിയർപ്പണം സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങളുടെ നാവിൻ തുമ്പത്ത് കർത്താവ് വരുമ്പോൾ നിങ്ങൾ സ്വയം ഏറ്റുവാങ്ങുകയല്ലേ മിസ്റ്റർ കുര്യൻ ജോസഫ് ചെയ്യുന്നത്? അതിന് ഓസ്തി ഉയർത്തുമ്പോൾ കർത്താവിനെ കാണാൻ വേണ്ടിയിട്ട് ജനാഭിമുഖം വേണമെന്ന് പറയുന്ന നിങ്ങളുടെ മഠയത്തരങ്ങൾക്ക് എന്താണ് മറുപടി പറയുക? ഏതായാലും ഇതൊക്കെ കുര്യൻ ജോസഫിന്റെ പുതിയ തിയോളജി ആയിരിക്കാം. നമ്മൾക്കതിൽ ഒരഭിപ്രായവും പറയാനില്ല. സാത്താൻ സേവക്കാരുടെ കൂടെ ഒപ്പം കൂടി മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റാം, മാർപ്പാപ്പ തിരുത്തണമെന്നൊക്കെ പറയുന്ന കുര്യൻ ജോസഫിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുവാനാണ് ഞങ്ങൾ ഇവിടെ ഈ അവസരം വിനിയോഗിക്കുന്നത് എന്ന് മാത്രമേ പറയുവാനുള്ളൂ. ഇതിന്റെ കൂടെ മിസ്റ്റർ നരികുളം പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നരികുളം പറയുന്നു, പുനർജന്മത്തിൽ എനിക്ക് വിശ്വാസമില്ല, എങ്കിലും വീണ്ടും ജനിക്കാൻ അവസരം കിട്ടിയാൽ എറണാകുളത്ത് തന്നെ ലോഹയിട്ട് ഒരു വിമതനായിട്ട് ജീവിക്കുവാനാണ് എന്റെ ആഗ്രഹം. നരികുളം പറഞ്ഞ വാക്കുകളിലേക്ക്, ഞാൻ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നയാളല്ല, എങ്കിലും എനിക്ക് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അത് എറണാകുളം അങ്കമാലി അതിരൂപതയിലായിരിക്കണമെന്നും ആ രൂപതയിലെ വൈദികരോടൊപ്പം ഒരു വൈദികനായി ശുശ്രൂഷ ചെയ്യണമെന്നും
ഞാൻ ആഗ്രഹിക്കുന്നു ദൈവമേ. നമ്മൾ കേട്ടു, നരികുളം പറയുന്നു, എനിക്ക് പുനർജന്മത്തെ വിശ്വാസമില്ല, ഇനിയും പുനർജന്മം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും വിമതനായിട്ട് എറണാകുളത്ത് തന്നെ ജനിക്കുവാനാണ് ആഗ്രഹിക്കുന്നതെന്ന്. നരികുളത്തിനോട് ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. നരികുളം, ഏതായാലും താങ്കൾക്ക് വിശ്വാസമില്ല, വീണ്ടും ജനിക്കുകയാണെങ്കിൽ അത് താങ്കളുടെ ആഗ്രഹമാണ്, അതിന് താങ്കളുടെ മാതാപിതാക്കൾ സമ്മതം തരുമോ? ഈ ഭൂമിയിൽ താങ്കൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ താങ്കളുടെ ഇപ്പോഴത്തെ ഈ സ്ഥിതി ഓർത്ത് കരയുന്നുണ്ടായിരിക്കും. അവര് ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോയിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കൾക്ക് ഇത്രയും പ്രായമുണ്ട്, അതുകൊണ്ട് മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെയുള്ള വിശ്വാസത്തിലാണ് പറയുന്നത്. അവർ താങ്കളെ ഓർത്ത് വിലപിക്കുന്നുണ്ടായിരിക്കും. മിസ്റ്റർ നരികുളം, സഭയ്ക്കെതിരായിട്ട്, കർത്താവിനെതിരായിട്ട്, സഭാവിരുദ്ധരോടൊപ്പം ചേർന്നുകൊണ്ട് സഭാവിരുദ്ധ നടപടികൾ ചെയ്യുന്ന താങ്കളുടെ ഈ സാത്താൻ പരിപാടിയിൽ ഏതായാലും ആ പരിശുദ്ധരായ, ആ വിശുദ്ധരായ മാതാപിതാക്കൾ, കാരണം അവർ 2 വൈദികരെയാണ് സീറോ മലബാർ സഭയ്ക്ക് നൽകിയത്, അവർ തീർച്ചയായിട്ടും വിശുദ്ധിയുള്ളവരായിരിക്കാം. അവർ നിങ്ങളെ ഓർത്ത് കരയുന്നുണ്ടായിരിക്കും, വിലപിക്കുന്നുണ്ടായിരിക്കും. അവിടെ ആത്മാക്കൾ വീണ്ടും നിങ്ങളെ പോലെ ഉള്ള ഒരാളെ മകനായിട്ട് ഈ ഭൂമിക്ക് തരുമെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അത് നടക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. കാരണം താങ്കൾ ദൈവത്തിൽ നിന്ന് വളരെ അകന്നു പോയിരിക്കുന്നു. ഇപ്പോഴും തെറ്റിദ്ധരുത്തി തിരിച്ചു വരുവാൻ മിസ്റ്റർ നരികുളം താങ്കൾക്ക് സാധിക്കും. അതിന് താങ്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. താങ്കൾ ഇവിടെ വീണ്ടും പറയുന്ന കാര്യം, സഭയ്ക്ക് തെറ്റുപറ്റി പോയിട്ടുണ്ട്, മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റി പോയിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ തിരുത്തിച്ചിട്ടുണ്ട് എന്നാണ് മിസ്റ്റർ നരികുളം പറയുന്നത്. ആദ്യം പറയുന്നത് ലൂയിസ് മെത്രാന്റെ കാര്യമാണ്. 7 വ്യാകുലങ്ങളിൽ ഒരാളായിരുന്ന ലൂയിസ് മെത്രാൻ ആദ്യത്തെ മെത്രാപ്പോലിത്തയായിട്ട് സീറോ മലബാർ സഭയിലേക്ക് വന്നു. അത് വത്തിക്കാനെ തിരുത്തിയതായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. രണ്ടാമത് പറയുന്നത് 12ാം പിയൂസ് മാർപ്പാപ്പ 1952 തന്റെ പ്രതിനിധിയെ കേരളത്തിലേക്ക് അയച്ചപ്പോൾ അത് ഫ്രാൻസിസ് സേവിയറുടെ 400ാം ചരമവാർഷികത്തിന് വേണ്ടി മാത്രമാണെന്ന് കത്ത് കൊടുത്തു വിട്ടപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തി മാർത്തോമാ ശ്ലീഹായുടെ ജൂബിലി ആഘോഷം പറയാത്തതിനെ അനുബന്ധിച്ച് ശബ്ദമുയർത്തി ആ പ്രോഗ്രാം തന്നെ വേണ്ടെന്ന് വെക്കുകയും അങ്ങനെ മാർപ്പാപ്പയെ തിരുത്തിച്ച് 2ാമത് കത്ത് എഴുതിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. 3ാമത്തെ കാര്യം പറയുന്നത് ഇവിടെ ആത്മീയ ഗുരുവായ പാറേക്കാട്ടിലിനെ പറ്റിയാണ്. പാറേക്കാട്ടിൽ 2 പ്രാവശ്യം വത്തിക്കാനെ തിരുത്തി എന്നാണ് മിസ്റ്റർ നരികുളം ഇവിടെ അവകാശപ്പെടുന്നത്. സീറോ മലബാർ സഭയെ പറ്റി ഇൻഡോ കൽഡായ ചർച്ച് എന്ന് എഴുതിയത് തിരുത്തിയത് മാർ ജോസഫ് പാറേക്കാട്ടിലാണ്. അങ്ങനെ 2ഓ 3ഓ പ്രാവശ്യം മാർപ്പാപ്പയെയും വത്തിക്കാനെയും തിരുത്തുവാൻ മാർ ജോസഫ് പാറേക്കാട്ടിൽ സാധിച്ചു എന്ന് നരികുളം പറയുമ്പോൾ നരികുളത്തിനോട് തിരിച്ചൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ മാർ ജോസഫ് പാറേക്കാട്ടിലിനെ ചവിട്ടി പുറത്താക്കിയപ്പോൾ, സഭയുടെ പുറത്തേക്ക് പോകൂ, മാറിയിരിക്കൂ എന്ന് വത്തിക്കാൻ പറഞ്ഞപ്പോൾ ആ തീരുമാനത്തെ എന്തുകൊണ്ട് തിരുത്തിയില്ല മിസ്റ്റർ നരികുളം? അപ്പോൾ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ തെറ്റ് സംഭവിച്ചാൽ മാർപ്പാപ്പയും വത്തിക്കാനും തിരുത്തും. എന്നാൽ തെറ്റായ ഒരു കാര്യം വീണ്ടും അത് ശരിയാണെന്ന് വരുത്തിക്കൊണ്ട് മാർപ്പാപ്പയോ വത്തിക്കാനോ ഒരു കാരണവശാലും അത് തിരുത്തുകയില്ല എന്നുള്ള നഗ്ന സത്യം മിസ്റ്റർ നരികുളം അറിഞ്ഞിരിക്കണം. നിങ്ങൾ പറയുന്നത് പോലെ സാത്താൻ ബലിയർപ്പണം വീണ്ടും ഞങ്ങൾ എറണാകുളത്ത് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ അത് നിങ്ങൾ സ്വപ്നം കാണുന്ന കാര്യം മാത്രമാണ്, അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം മാർ സിറിൽ വാസിൽ വീണ്ടും കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഏകീകൃത ബലിയർപ്പണമല്ലാതെ യാതൊരു കോംപ്രമൈസും വിട്ടുവീഴ്ചയും നടക്കുകയില്ല. ഇപ്പോൾ പട്ടം സ്വീകരിക്കാൻ പോകുന്ന ഡീക്കന്മാരോട് പോലും അവരുടെ കുടുംബാംഗങ്ങളോട് പോലും കൃത്യമായ സന്ദേശം നൽകി കഴിഞ്ഞു. നിങ്ങൾ ഏകീകൃത ബലിയർപ്പണം അർപ്പിച്ചാൽ മാത്രമേ പട്ടമുള്ളൂ. കാരണം സഭയെ അനുസരിക്കാത്തവരെ സഭ വൈദികരാക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് സിറിൽ വാസിൽ ഇത് കൃത്യമായിട്ടുള്ള സന്ദേശമാണ് വിമതർക്ക് വേണ്ടിയുള്ളത്. ഏതായാലും സഭാവിരുദ്ധ നടപടികളിലൂടെ സഭയെ നശിപ്പിക്കുകയും വിശ്വാസികളുടെ മനസ്സിൽ വിശ്വാസരാഹിത്യം ഉണ്ടാക്കുകയും ചെയ്ത് മാർപ്പാപ്പയെ പോലും തള്ളിപ്പറഞ്ഞ് മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റി, അല്ലെങ്കിൽ മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റാം, അത് തിരുത്തണം, മാർപ്പാപ്പ പറയുന്ന മുഴുവൻ കള്ളത്തരമാണ് എന്ന് പറഞ്ഞ ഷൈജുവിനോടും മുണ്ടാടനോടും അല്ലെങ്കിൽ നരികുളത്തിനോടും അങ്ങനെ മാർപ്പാപ്പയെ തള്ളിപ്പറയുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു സന്ദേശം കൊണ്ടുവരികയാണ്. അത് മറ്റാരുടെയുമല്ല, സീറോ മലങ്കര സഭയുടെ പരമാധ്യക്ഷനായ മാർ ബെസോലിയോസ്
ക്ലീമിസ് ബാവ തിരുമേനിയുടേതാണ്. അദ്ദേഹം മെത്രാന്മാർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. സീറോ മലബാർ സഭയിലെ മെത്രാന്മാർക്കും, അത് ആ 9 അംഗ സമിതിയിലെ മെത്രാന്മാരാണെങ്കിലും സിനഡിലെ മറ്റ് മെത്രാന്മാരാണെങ്കിലും വിശ്വാസികളാണെങ്കിലും അവർക്ക് വേണ്ടി ഞങ്ങൾ പങ്കുവെക്കുന്നത് വ്യക്തമായിട്ട് മാർപ്പാപ്പയെ അനുസരിക്കണം. അതാണ് കത്തോലിക്ക സഭയുടെ അടിസ്ഥാനമെന്ന് ക്ലീമിസ് ബാവ പറയുന്നത് നമ്മൾക്ക് കേൾക്കാം. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ പറയുവാനുണ്ട്. കാര്യം നമ്മൾ നേരത്തെ കേട്ടതാണ്. മിസ്റ്റർ കുര്യൻ ജോസഫ് പറഞ്ഞിരുന്നു, ഈ സഭയിലെ പ്രശ്നങ്ങൾ തീർക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തിരുമേനിയോട് സംസാരിച്ചു, രഹസ്യമായിട്ട് അയച്ച ആ കത്ത് പുറത്തായി പോയി, ഞാനതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ തെറ്റാണെന്നൊക്കെ വീമ്പളക്കിയ മിസ്റ്റർ കുര്യൻ ജോസഫിനും കൂടിയാണ് ഈ സന്ദേശം ബാബ തിരുമേനി നൽകുന്നത്. കാരണം ആ ലെറ്റർ അയച്ചത് ബാബ തിരുമേനിക്ക് തന്നെയായിരുന്നു. ഞാൻ തമ്പുരാനോട് ചോദിച്ച, ദൈവമേ ഇനി എന്താ നമ്മളിവിടെ ചെയ്യുക? അവസാനം ഒരു എനിക്കറിയാവുന്ന അടുപ്പമുള്ള ഒരു തിരുമേനിക്ക് ഞാനൊരു സന്ദേശം അയച്ചു, വ്യക്തിപരമായ സന്ദേശമായിരുന്നു. ആ വ്യക്തിപരമായ സന്ദേശത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ ഇപ്പോഴത്തെ പിതാക്കന്മാരുടെ ബോഡി ലാംഗ്വേജ് എന്നാണ് ഒരു വാക്യം ഉപയോഗിച്ചത്. ഈ കുര്യൻ ജോസഫിനെ പോലെയുള്ള ഒരാൾ അത് ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു ഭാഷയാണ്, യാതൊരു സംശയവുമില്ല. ഒരു പൊതുവേദിയിലാണെങ്കിൽ ഞാനത് ഉപയോഗിക്കുകയില്ലായിരുന്നു. പക്ഷേ ഞാൻ ആ പിതാവിനോട് കൺവേ ചെയ്ത് വ്യക്തിപരമായൊരു സംഭാഷണം മാത്രമായിരുന്നു. അതിൻ്റെ പേരിൽ എന്തുമാത്രം ട്രോളുകൾ വന്നു, എനിക്കതിനെക്കുറിച്ചൊന്നും സങ്കടമില്ല. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു, പക്ഷേ പറഞ്ഞ ഭാഷ അല്പം മാന്യം അല്ലാത്ത ഭാഷയായിരുന്നു. അദ്ദേഹം പിന്നീട് അത് തള്ളിപ്പറയുകയും ചെയ്തു. അദ്ദേഹം എല്ലാവർക്കും നൽകുന്ന ഈ സന്ദേശം നമുക്കൊന്ന് കേട്ടു നോക്കാം. ശരിക്ക് എറണാകുളത്തെ വിമതരുടെ കണ്ണ് തുറപ്പിക്കുന്ന സന്ദേശമാണ്. മാർപ്പാപ്പയെ തള്ളിപ്പറയുന്നവരുടെ, മാർപ്പാപ്പയ്ക്ക് തെറ്റ് സംഭവിക്കും എന്ന് പറയുന്നവരുടെ, മാർപ്പാപ്പ കള്ളം പറയുന്നു എന്ന് പറയുന്നവരുടെ മുഖത്തടിച്ച അടിയാണ് മാർ ക്ലീമിസ് തിരുമേനിയുടെ ഈ സന്ദേശം. നമുക്ക് കേൾക്കാം. പരിശുദ്ധ സിംഹാസനത്തോട് നാം പുലർത്തി വരുന്ന അചഞ്ചലമായ ബന്ധമാണ് ഈ സഭയെ മുൻപോട്ട് നയിക്കുക. പരിശുദ്ധ പിതാവിൻ്റെ വാക്ക് നമ്മെ സംബന്ധിച്ച് അനുഗ്രഹവും അന്തിമവുമാണ്. പരിശുദ്ധ പിതാവിനെ അനുസരിച്ചും പരിശുദ്ധ പിതാവിന് പൂർണ്ണമായി വിധേയപ്പെട്ടും പരിശുദ്ധ പിതാവിൻ്റെ പത്രോസിനടുത്ത ശുശ്രൂഷയിൽ അഭിമാനത്തോടെ ചേർന്ന് നിന്നും വളരുന്ന ഒരു സഭയായി ഈ സഭയെ കെട്ടിപ്പടുക്കുന്നതിന് അങ്ങയുടെ ഇടയ ശുശ്രൂഷ എന്നും കൂടെ ഉണ്ടാകണം. അപ്പോൾ നമ്മൾ കേട്ടു, ഇതാണ് ശരിക്കും എറണാകുളം വിമതർക്കുള്ള സന്ദേശം. എറണാകുളം വിമതർ ഇനിയെങ്കിലും നന്നാകും എന്നൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല. വിശ്വാസികൾ പറയുന്നു, നിങ്ങൾ ഒരിക്കലും നന്നാകരുത്. കാര്യം മാലാഖ തെറ്റ് ചെയ്ത് പിശാചായി കഴിഞ്ഞതിനു ശേഷം അവർ തിരിച്ച് മാലാഖമാരായിട്ടില്ല. ആയതുപോലെ തന്നെ കർത്താവിനെ തള്ളിപ്പറയുകയും പരിശുദ്ധ ബലിയർപ്പണത്തിന് കോമാളിത്തരങ്ങൾക്ക് വിധേയമാക്കുകയും മാർപ്പാപ്പ കള്ളത്തരം പറഞ്ഞു എന്ന് പറയുകയും മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റുമെന്ന് പറയുകയും ചെയ്യുന്ന പൈശാചിക ശക്തികളായി നിങ്ങളൊക്കെ ഒരിക്കലും സഭയിലേക്ക് തിരിച്ചു വരരുത് എന്നാണ് വിശ്വാസികളുടെ ചിന്താഗതി, അവരുടെ ആഗ്രഹം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. സഭാ മേലധികാരികൾ ഇത്തരം വിശ്വാസികളുടെ ചിന്തകൾ കൂടി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ സ്വരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതിനെപ്പറ്റി ഞങ്ങളെ എഴുതി അറിയിക്കുക. ഇതുപോലെ ഇത്തരത്തിലുള്ള മറ്റൊരു പ്രോഗ്രാമുമായി വീണ്ടും വരുന്ന വരെ നന്ദി, നമസ്കാരം.